ഇപ്പം BJP പിടിച്ചിട്ടുള്ള പുതിയൊരു ട്രെൻഡാണല്ലോ, പള്ളിക്കടിയിൽ വിഗ്രഹമുണ്ടോ വിളക്കുണ്ടോ എന്നൊക്കെ നോക്കിയിട്ട് പുതിയ ക്ഷേത്രം പണിതോ ഇല്ലയോ എന്നുള്ളതൊന്നല്ല ഇവിടെ വിഷയം. പള്ളിക്കടിയിൽ ഉണ്ടോ, പുതിയ പള്ളി ഏതാ പൊളിക്കാനുള്ളത്, ആ ഒരു രീതിക്കാണിപ്പോൾ UP-യിലായിക്കോട്ടെ മൊത്തത്തിൽ കോടതിയെ സമീപിച്ചുകൊണ്ട്, ആരെന്ത് പറഞ്ഞാലും കോടതിയെ സമീപിച്ചുകൊണ്ട് ആ രീതിക്കാണ്. കോടതിയാണെങ്കിൽ ആ സർക്കാരിൻ്റെയും ആ സർക്കാരിൻ്റെ കീഴിലും ആ സർക്കാരിന് അനുകൂലമായിട്ടുള്ള നിലപാടുകളാണ് ഇതുവരെ നടത്തിയിട്ടുള്ളത്. തൽക്കാലം ഇത് നിർത്തിവെച്ച് ഇനിയിപ്പം വീണ്ടും ഇത് പഴയതുപോലെ തന്നെ എന്താവും, ഇത് തടയുന്ന ആൾക്കാരെ തീവ്രവാദിയും പലതും പറഞ്ഞിട്ട് എന്ത് ചെയ്യുക, വെടിവെച്ച് കൊല്ലുകയും ലഹള ഇറക്കി വിടുകയും ഒക്കെയാണ് ചെയ്യുന്നത്. നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. അവിടെ ഇനിയിപ്പോൾ കുറച്ച് ദിവസം എന്താണ് സ്റ്റേയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷെ എന്നാലും ആ പള്ളി പൊളിക്കപ്പെടുക തന്നെ ചെയ്യും, യാതൊരു സംശയവുമില്ല. ഇതുപോലെ ഇന്ന് ഈ പള്ളി ആ പള്ളി എന്ന് പറഞ്ഞുകൊണ്ട് ഓരോ പള്ളിക്കടിയിലും വിഗ്രഹമുണ്ട് എന്ന് ഒരാൾ ചുമ്മാ പറഞ്ഞയച്ചാലും അല്ലെങ്കിൽ ഏതെങ്കിലും രേഖയും കാര്യങ്ങളും ഒന്നുമില്ല, ചുമ്മാ എന്താക്കുകയാണ്, ഒരാൾ പറഞ്ഞതിൻ്റെ പേരിലായിക്കോട്ടെ അല്ലെങ്കിൽ സംശയമുണ്ട് എന്ന് ഒരു പേപ്പറിൽ ഒരാൾ എഴുതി കൊടുത്താൽ പോലും കോടതിയിൽ അന്വേഷിച്ച് എന്ത് ചെയ്യുക, ഈ രീതിക്ക് അനുകൂലം മറ്റുള്ളവർക്ക് അനുകൂലമായിട്ടാണ് വിധി വരുന്നത്. ഇപ്പം നാളെ നമ്മൾ ഈ ഇവരുടെ ആരുടെ ആയിക്കോട്ടെ, പിന്നെ ചർച്ചിൻ്റെ ആയിക്കോട്ടെ അല്ലെങ്കിൽ അമ്പലത്തിനടിയിൽ പണ്ട് പള്ളിയായിരുന്നു എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരാൾ ഇത് കൊടുത്തു കഴിഞ്ഞാൽ ഇതിനെതിരെ ഇങ്ങനെ നടപടി ഉണ്ടാവുമോ? ഉണ്ടാവാൻ പാടില്ല. പക്ഷെ എങ്കിലും അങ്ങനെ ഉണ്ടാവുമോ? എൻ്റെ ചോദ്യമാണ്. പക്ഷെ ഇന്ന് പള്ളിക്കടിയിലാണെങ്കിൽ നാളെ ഓരോരുത്തരുടെ വീട്ടിൻ്റെ അടിയിൽ ക്ഷേത്രമുണ്ട് അല്ലെങ്കിൽ എന്തെങ്കിലും പള്ളിയുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് നാളെ എന്താക്കും, ഓരോരുത്തരുടെ വീട് സ്ഥലവും നഷ്ടപ്പെടും. അപ്പോൾ മുസ്ലിംസിൻ്റെ ഒന്നുമില്ല, ക്രിസ്ത്യൻസിൻ്റെ ആയിക്കോട്ടെ ആരുടെയും ഈ സാധാരണക്കാരായ അമ്പലവാസികളുടെയോ ആരുടെയും ഇതിൻ്റെ അടിയിലുണ്ട് എന്ന് പറഞ്ഞ് മറ്റുള്ള വലിയ കമ്പനികൾക്ക് സെയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഏരിയ മൊത്തത്തിൽ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് അങ്ങനെയും ചെയ്തുകൂടായ്മയൊന്നുമില്ല, അങ്ങനെയും വരും. അപ്പോൾ അതിനെതിരെ ഇപ്പോഴേ ജനം എന്ത് ചെയ്യണം, ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് താഴത്തെ സർക്കാരായിക്കോട്ടെ, അതായത് കേരള സർക്കാരായിക്കോട്ടെ, അതും ഒരു രാജകീയപരമായ രീതിയിലാണ് കാര്യങ്ങളൊക്കെ നടക്കുന്നത്, ഒരു ഉത്തരവിറക്കും, അതിനെതിരെ ആരും പ്രതികരിക്കാൻ പാടില്ല എന്നൊക്കെ രീതിയിലാണ് നമ്മുടെ കേരള സർക്കാരിൻ്റെ ആയിക്കോട്ടെ. പിന്നെ മേലത്തെ തന്നെ മൊത്തത്തിൽ പറയേണ്ടതാണ്, വിശ്വഗുരു അങ്ങനെ പല രീതിക്കാണ് കാര്യങ്ങൾ പോകുന്നത്. നമ്മളെ ഇന്ത്യൻ പാസ്പോർട്ടിൻ്റെ ഇപ്പം എന്താ പറയുക, കുറച്ചുകൂടിയും നിലവാരം ഒന്നുകൂടി താഴുകയാണ് ചെയ്തത്, ഒന്നുകൂടി കുറയുകയാണ് ചെയ്തത്. ഒരിക്കലും നമ്മൾ ഉയർന്നു പോകുന്നില്ല. പക്ഷെ അന്നത്തെ കണക്കെടുപ്പുണ്ടായിരുന്നു, പക്ഷെ ഇന്ന് കണക്കെടുപ്പില്ല. ഇന്ന് പല രീതിക്കും കാര്യങ്ങൾ എന്താ പറയുക മാറ്റിമറിക്കപ്പെടാൻ മീഡിയ മൊത്തത്തിൽ റൈറ്റ് വിങ് പൊളിറ്റിക്സിൻ്റെ കയ്യിലാണ്. അപ്പോൾ അതിനൊക്കെ ശക്തമായിട്ട് നമ്മൾ എതിർത്തേ പറ്റൂ. എതിർക്കേണ്ട കാര്യത്തെ നമ്മൾ ജനങ്ങൾ ഒറ്റക്കെട്ടായി എതിർക്കണം. അതിനൊരു ധ്രുവറാട്ടിയോ അല്ലെങ്കിൽ ഒരു രതീഷോ മാത്രം പോരാ, നമ്മൾ ഓരോ ജനങ്ങളും ഓരോരുത്തരും പ്രതികരിക്കേണ്ട ആവശ്യം മുന്നോട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ ആ രീതിക്ക് കാര്യങ്ങൾ എന്ത് ചെയ്യണം, ചർച്ച ചെയ്യപ്പെടണം.